കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ കോൺഫെഡറേഷൻ CITU നേതൃത്വത്തിൽ വടകര RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CITU ജില്ലാ സെക്രട്ടറി PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ എല്ലാം തന്നെ നടപ്പിലാക്കി തൊഴിലാളികളെ അടിമകളാക്കി ആനുകൂല്യങ്ങൾ കവർന്നെടുക്കൂ. മോദി ഭരണം തുലയട്ടെ. കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് പാലിക്കുക, RTO ഓഫീസുകളിലെ സമയ നിയന്ത്രണം പിൻവലിക്കുക, ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക, കേന്ദ്ര സർക്കാർ ഉത്തരവുകൾ സംസ്ഥാന സർക്കാർ അറിയാതെ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ കോൺഫെഡറേഷൻ CITU നേതൃത്വത്തിൽ വടകര RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CITU ജില്ലാ സെക്രട്ടറി PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിനകത്ത് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? അവർ ഈ സമരത്തിനകത്ത് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് നിലവിലുള്ള ഫിറ്റ്നസ് ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ മോട്ടോർ മേഖലയിലെ തൊഴിലാളികളാരും പണിയെടുത്ത് ജോലി ചെയ്ത് കോടീശ്വരന്മാരായ ഒരു ചരിത്ര രാജ്യത്ത് എവിടെയും കാണാൻ കഴിയില്ല. അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സഹോദരങ്ങളെ, അവരുടെ അമ്മമാരെ, അവരുടെ കുടുംബങ്ങളെയെല്ലാം പട്ടിണിയില്ലാതെ തീറ്റുപറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മാത്രം ഒതുങ്ങുന്ന നിലയിലുള്ള ഒരു കൂലി മാത്രമേ ഈ മേഖലയിൽ നിന്ന് അവർക്ക് പണിയെടുത്താൽ കിട്ടുന്നുള്ളൂ. അത് വെച്ചുകൊണ്ട് അവരുടെ കുടുംബം പട്ടിണിയില്ലാതെ മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയെല്ലാം പട്ടിണിക്കിടാൻ കഴിയുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ ഭരണകൂടം നിയമം കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഫിറ്റ്നസ് ചാർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓട്ടോറിക്ഷക്ക് 660 രൂപയാ കൊടുക്കേണ്ടത്. ഇപ്പൊ കൊടുക്കേണ്ടത് എത്രയാ? ഇപ്പൊ 4000 ചില്ലാനം രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, അതിഭീമമായ നിലയിലേക്ക് 4560 രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വർദ്ധിക്കുക. എവിടുന്നാണ് ഒരു മാസം, ഒരു വർഷം ഒരു മോട്ടോർ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇത്രയേറെ ഭാരിച്ച സംഖ്യ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? ഇതൊരു ഓട്ടോറിക്ഷ മാത്രമല്ല, ജീപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്തോ. ജീപ്പിന്റെ കാര്യത്തിലും ഇതേ നിലയിലാണ്. 600 പ്ലസ് 60 ചേർത്ത് 660 രൂപയാ അവരും കൊടുക്കേണ്ടത്. ഇപ്പൊ അവർ കൊടുക്കേണ്ടത് 8610 രൂപയാ. ഇങ്ങനെ ഒരു ഭീമമായ സംഖ്യ അടിച്ചേൽപ്പിക്കുന്നു. ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ ഈ നാടിനകത്ത് നടപ്പിലാക്കുന്നത് എങ്ങനെയാ? ഇതൊരു വലിയ പ്രശ്നമാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് അംഗീകരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള നിലപാടുകളാണ് ഈ രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മോട്ടോർ മേഖല എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ഈ മേഖലക്കകത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോ സ്വാഭാവികമായും ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റുമായി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനവും കേന്ദ്രവും യോജിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കേണ്ടത്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾക്ക് ജനാധിപത്യപരമായി ഞങ്ങൾ ഭൂരിപക്ഷമുള്ളവരാണ് എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ പരിപൂർണമായി അട്ടിമറിച്ച് ജനാധിപത്യത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഫാസിസ്റ്റ് വൽക്കരണമാണ് ഈ നാടിനകത്ത് നടപ്പിലാക്കുന്നത്. ഗുഡ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.